മാത്രവുമല്ല വിവാദങ്ങൾ CPM-നെയാണ് പ്രതിരോധത്തിലാക്കിയതെന്നും ഈ വോട്ടർമാർ പറയുന്നു. പ്രതികരണം. അല്ല, പാലക്കാട് ജനങ്ങളാകെ ഇതിനോടകം തന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും 90% ജനങ്ങളും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഏതൊരു പ്രദേശത്ത് കടന്നു ചെന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ അനുകൂലമായിട്ടുള്ള വികാരം മണ്ഡലത്തിലാകെ ദൃശ്യമാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ കടുത്ത ത്രികോണ മത്സരം എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടമെത്തിയപ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. ഇവിടെ BJP-യും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ്, ഇടതുപക്ഷം അപ്രസക്തമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എത്തുമ്പോൾ ഇവിടെ ത്രികോണ മത്സരമാണ് എന്ന് ഇവരെ കൊണ്ട് ഉൾപ്പെടെ പറയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ത്രികോണ മത്സരം എന്ന് നിങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പരിമിതി ഉണ്ടാകും. പക്ഷേ എവിടെയല്ല അതും കടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഏറെ മുന്നേറിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ഡോക്ടർ പി സരിനോടൊപ്പം നിൽക്കും. നഗരസഭയുടെ വികസന മുരടിപ്പ് 13.5 വർഷക്കാലം പാലക്കാടിന്റെ വികസനം തടഞ്ഞു വെച്ചതിനെതിരായി ഈ നാടിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി, പാലക്കാടിനെ വികസന പാതയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പി സരിനോടൊപ്പം ഈ നാട് നിലയുറപ്പിക്കും. പാതി വഴിയിൽ ഡോക്ടർ പി സരിൻ ഈ നാട്ടിലെ ജനതയെ ഉപേക്ഷിച്ചു പോകില്ല എന്നുള്ളതാണ് ഈ നാടിന് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പ് ഈ നാട് ഏറ്റെടുക്കും. ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. UDF BJP പോരെന്നതിൽ നിന്ന് ത്രികോണ മത്സരം എന്ന ചിത്രം മാറിയിട്ടുണ്ടോ അബ്ദുൾ റഷീദ്? ഒരു ഇപ്പം ബഹുമാനപ്പെട്ട ആർഷോ പറഞ്ഞു ഇവിടെ ത്രികോണ മത്സരത്തിന്റെ ഫീലിംഗ് മനോരമയിലുണ്ട്, റിപ്പോർട്ടറിലുണ്ട്, ഏഷ്യാനെറ്റിലുണ്ട്, ന്യൂസ് 18-ലുണ്ട്. ചാനലിനപ്പുറം പാലക്കാടിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു ത്രികോണവുമില്ല. 38,000 വോട്ട് 36,000 ആയി, 36,000 വോട്ട് 44,000 ആയി. അതിൽ എത്ര വോട്ട് പിടിച്ച് 3-ാം സ്ഥാനത്ത് പോകും എന്ന് മാത്രമേ പ്രിയപ്പെട്ട ആർഷോ. തീർച്ചയായും UDF-ഉം BJP-യും തമ്മിലാണ് പാലക്കാട് മണ്ഡലത്തിലെ പോരാട്ടം. അല്ല, ഇവിടെ BJP-യും ഇവിടെ UDF-ഉം BJP-യും തമ്മിലാണ് പോരാട്ടം. ഇവിടെ ആർഷോ പറഞ്ഞു പാതി വഴിയിൽ ചേലക്കരയിൽ രാധാകൃഷ്ണേട്ടൻ പാതി വഴിയിലാണോ ഉപേക്ഷിച്ച് പോയതെന്നും കൂടി ഒന്ന് പൂർത്തീകരിച്ചാൽ മതി. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, 1 മാസമായി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ നടക്കുന്നു. ജനങ്ങൾ 4 ദിവസത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ 10,000 ഭൂരിപക്ഷമെങ്കിൽ ഒരു തർക്കമില്ല. ഈ അവസാന ഘട്ടം ആകുമ്പോൾ ആ ഭൂരിപക്ഷം 20,000 കടന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച ആത്മവിശ്വാസം.